നമസ്കാരം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ടാക്സ് ലാബിലിറ്റി നമുക്ക് എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ബാലൻസ് വരുന്ന ടാക്സ് ലാബിലിറ്റി നമുക്ക് എങ്ങനെ അടക്കാം, അത് നമ്മൾ 3Bയിലൂടെ എങ്ങനെ അടക്കുന്ന എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ക്രെഡിറ്റ് ലെഡ്ജറിൽ നമുക്ക് 1,88,478 1,88,479 നമുക്ക് ഈക്വലായിട്ട് നമുക്ക് എന്ത് ക്രെഡിറ്റ് ഉണ്ട്, അതായത് ഇൻപുട്ട് ടാക്സ് ഉണ്ട്, അതായത് നമ്മുടെ ITC ഇവിടെ ക്രെഡിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മാസം ലാബിലിറ്റി ഉണ്ട് അടക്കാം, അതായത് നമുക്കൊരു കുറച്ച് എമൗണ്ട് അടക്കാനുണ്ട്. അപ്പോൾ ആ എമൗണ്ട് നമുക്കിവിടെ IGST ഉണ്ട് ക്രെഡിറ്റ് ഉള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെ സെറ്റ് ഓഫ് ചെയ്ത് നമ്മൾ ഈ ഒരു CGST അതുപോലെ ഒരു SGST ഈക്വലൈസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ അടക്കാമെന്ന് നോക്കാം നമുക്ക് ആദ്യം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ 3B ഫയൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഫയൽ റിട്ടേണിൽ വരിക, ഫയൽ റിട്ടേണിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പീരീഡ് സെലക്ട് ചെയ്യുക. നമ്മൾ ഫെബ്രുവരി മാസത്തെ റിട്ടേൺ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫെബ്രുവരി സെലക്ട് ചെയ്യുക, എന്നിട്ട് സെർച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ Gstr 1 നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് Gstr 1ൽ നമ്മുടെ സെയിൽസും ഡീറ്റെയിലൊക്കെ ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ആയിട്ട് 3Bയിൽ വരും. അപ്പോൾ നമുക്കിവിടെ 3B ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ഓൺലൈനിൽ വരിക, ഈ ഓൺലൈൻ എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ഓൺലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരിക, ഡു യു വാണ്ട് ടു ഫയൽ നീൽ റിട്ടേൺ. അപ്പോൾ നമ്മൾ ഓൾറെഡി സെയിൽസ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നോ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നെക്സ്റ്റ് അടിക്കുക. ഇവിടെ നോ കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ Gstr 1 നമ്മൾ ഫയൽഡ് സക്സസ് ആണ്, അതവിടെ സമ്മറി ഫയൽഡ് എന്ന് കാണാം. അതേപോലെ നമ്മളെ 2B ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ Gstr 2B അതായത് ഇൻപുട്ട് ടാക്സും ക്രെഡിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ റിവേഴ്സ് ചാർജൊക്കെ ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഈ ഒരു ഇത് ഓട്ടോ പോപ്പുലേറ്റ് വരുന്നതാണ്, അതുകൊണ്ടാണ് ഇവിടെ ഗ്രീൻ ആയിട്ട് വന്നത്. അതായത് നമ്മളെ കൗണ്ടർ പാർട്ടിയൊക്കെ ഫയൽ ചെയ്തുകൊണ്ട് എല്ലാവരും ഫയൽ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആരൊക്കെയാണ് ഫയൽ ചെയ്ത് നിങ്ങൾ 2B ചെക്ക് ചെയ്താൽ മതി, നിങ്ങൾ ആരൊക്കെയാണോ നിങ്ങളെ കൗണ്ടർ പാർട്ടി, അതായത് Gstr 1 11ന് മുന്നേ ഫയൽ ചെയ്ത് മാത്രമേ 2Bയിൽ വരുന്നുള്ളൂ. ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളെ കൗണ്ടർ പാർട്ടിയോട്, അതായത് നിങ്ങൾ ആരെ കയ്യിൽ നിന്നാണ് ഗുഡ്സ് വാങ്ങുന്നത് അവരോട് കറക്റ്റ് അതായത് 11ന് മുന്നേ തന്നെ ഫയൽ ചെയ്യാൻ പറയണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതാത് മാസങ്ങളിൽ അപ്പോൾ ഫെബ്രുവരിത്തെ അവരുടെ Gstr 1 11ന് മുന്നേ ഫയൽ ചെയ്താൽ മാത്രമേ നിങ്ങളെ 2Bയിൽ, അതായത് നിങ്ങളെ ഇൻപുട്ടായിട്ട് 2Bയിൽ ആ മന്തിൽ തന്നെ വരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് മന്തിലാണ് അത് കയറുന്നത്. അത് ശ്രദ്ധിക്കുക കാര്യങ്ങൾ. അപ്പോൾ നമ്മളിവിടെ ക്ലോസ് കൊടുക്കുക, ക്ലോസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ടാക്സ് ലാബിലിറ്റി എത്ര നോക്കാം, നമുക്ക് ഈ ഒരു 3.1 ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ടാക്സ് ലാബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ടാക്സബിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 43,66,874 ആണ്. അതിൻ്റെ സെൻട്രൽ ടാക്സ് പറഞ്ഞാൽ 3,93,018.76 സെൻട്രൽ ടാക്സ് ആയിട്ടും, അതേപോലെ 3,93,018.76 സ്റ്റേറ്റ് ടാക്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ലാബിലിറ്റി ഇത് നമ്മൾ കളക്ട് ചെയ്ത ടാക്സ് ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, പേ ചെയ്യണം. ഇതാണ് നമ്മളെ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ അടയ്ക്കേണ്ട എമൗണ്ട് ആണ്. ഇത് നമ്മളെ സെയിൽസ് പ്രകാരം ഓട്ടോ പോപ്പുലേറ്റ് ആയി വന്നതാണ്. നമ്മൾ 1 ഫയൽ ചെയ്തത് ഓട്ടോമാറ്റിക് ഇവിടെ വന്നതാണ്. നമുക്കിവിടെ അതായത് റിവേഴ്സ് ടാക്സോ മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇവിടെ കൺഫേം ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ എലിജിബിൾ ITCയിലൊന്നും വരാം, നമുക്ക് ഇൻട്രസ്റ്റേറ്റ് സപ്ലൈസ് ഒന്നും ഇല്ല. ഓക്കെ, ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ മാത്രമാണ്, അതുകൊണ്ടാണ് ഈ കോളത്തിലൊന്നും വരാത്തത്. നിങ്ങളുടെ ടാക്സ് ഓൺ ഔട്ട്വേർഡ് സപ്ലൈയിൽ ഏതെങ്കിലും ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ഉണ്ടെങ്കിൽ ഇതിൽ ഓട്ടോമാറ്റിക് വരുന്നതാണ്. നിങ്ങൾ സ്റ്റേറ്റ് കൊടുക്കുന്നതനുസരിച്ച് ഇവിടെ ഓട്ടോമാറ്റിക് പോപ്പുലേറ്റ് ആവുന്നതാണ്. അടുത്തത് ഫോർ എലിജിബിൾ ITC നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ 2,48,877.65 ആണ് നമ്മളെ അതായത് IGST ആയിട്ട് നമുക്ക് ഇൻപുട്ട് വന്നത്. നമ്മളെ Gstr 2B പ്രകാരം ഓട്ടോ പോപ്പുലേറ്റ് ആയി വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല, 2B പ്രകാരം തന്നെയാണ് ഇൻപുട്ട് എടുക്കുന്നത്. അതേപോലെ 56,721 CGST ആയിട്ടും, അതേപോലെ 56,721 SGST ആയിട്ടും ലോക്കൽ പർച്ചേസിൻ്റെ മേലെ നമ്മൾ ടാക്സ് പെയ്ഡ് ചെയ്ത്, അതായത് ഇൻപുട്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ എമൗണ്ട് ആണ് നമുക്ക് ടോട്ടൽ വന്നത് 2,48,877. പിന്നെ ഈ ഒരു എമൗണ്ട് അതേഴ്സിൽ കാണുന്ന എമൗണ്ട് നമ്മളെ ഡെബിറ്റ് നോട്ടാണ്, അതായത് നമ്മളെ പർച്ചേസ് റിട്ടേൺ ആണ്. അപ്പോൾ അതവിടെ റിവേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്, അതായത് നമ്മളെ കൗണ്ടർ പാർട്ടി ക്രെഡിറ്റ് നോട്ടായിട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക് നമ്മളെ 2Bയിൽ വരുന്നതാണ്. അപ്പോൾ അത് B2B ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത്. B2C ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് കൊടുക്കുന്നേ വേണം, അതായത് ഡെബിറ്റ് നോട്ട് ഉണ്ടെങ്കിൽ. അതായത് ഇപ്പം നമുക്ക് B2B റിവേഴ്സ് ചാർജ് കേസ് നമുക്ക് എന്തായാലും വരില്ല, B2B ആണ് മെയിൻലി വരിക. അപ്പോൾ B2B ആയതുകൊണ്ട് ഇവിടെ 3,720 ഓട്ടോമാറ്റിക് വരും. അവിടെ അവർ ക്രെഡിറ്റ് നോട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡെബിറ്റ് നോട്ടായിട്ട് ഇവിടെ ഓട്ടോമാറ്റിക് വരുന്നതാണ്. അപ്പോൾ ഈ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് നോട്ടിൻ്റെ എമൗണ്ടാണ്. അപ്പോൾ അത് കുറഞ്ഞുള്ള എമൗണ്ടാണ് നമ്മൾ നെറ്റ് ITC എന്ന് പറയുന്നത്. അതായത് നമ്മളെ ടോട്ടൽ ഇൻപുട്ടിൽ നിന്ന് ഡെബിറ്റ് നോട്ട് കുറഞ്ഞ എമൗണ്ടാണ് 2,45 വന്നത്. അതുപോലെ ഇവിടെ ഡെബിറ്റ് നോട്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ എമൗണ്ട് തന്നെ കറക്റ്റായിട്ട് CGST SGST വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ITC നമ്മൾ 2B പ്രകാരം എടുത്തതാണ്, ഈ എമൗണ്ടുകളെല്ലാം 2B പ്രകാരം എടുത്തതാണ്.
അപ്പോൾ നമ്മൾ ആ പ്രകാരം തന്നെ ഫയൽ ചെയ്യണം. അപ്പോൾ നമ്മളത് ഇവിടെ കൺഫേം ക്ലിക്ക് ചെയ്യുക. അതെല്ലാം കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ കൺഫേം ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കിവിടെ ഇൻട്രസ്റ്റ് ആൻഡ് ലേറ്റ് ഫീ ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ താഴെ വരിക. ഇവിടെ നമ്മൾ സേവ് GSR 3B ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവ് GSR 3B ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം GSR 3B ഡീറ്റെയിൽ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഈ നോട്ടിഫിക്കേഷൻ ഗ്രീനിൽ. ഇനി താഴോട്ട് വരിക. എന്നിട്ട് ഇവിടെ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യാം. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ താഴെ വരിക. നമ്മൾ സെറ്റ് ഓഫ് ചെയ്യാനുള്ള കോളങ്ങൾ താഴെ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ അടക്കുകയാണെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞുതരാം, അതിപ്പോൾ നമുക്ക് ഇങ്ങനെ പേയ്മെൻറ്റ് അടക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 1,47,818 അടക്കാണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ഇത് IGST വന്നത് നേരെ ഇതിലേക്കാണ് വന്നത്. അതായത് സെൻട്രൽ ടാക്സിലാണ് കംപ്ലീറ്റ് എമൗണ്ട് സെറ്റ് ഓഫ് ആയത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടക്കേണ്ട എമൗണ്ട് വലിയൊരു എമൗണ്ടാണ്. 1,47,802 അവിടെ അടക്കേണ്ട എമൗണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് അത്ര എമൗണ്ട് അടക്കേണ്ട. കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കിവിടെ ഇൻപുട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് ചെറിയ എമൗണ്ട് അടച്ചാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാതെ ഈ 2.40 ഞാൻ ആദ്യം ഇവിടെ 2 0 ആക്കാൻ പോവാണ്. ഈ 2 കോളം 0 ആക്കാൻ പോവാണ്. ഞാൻ സെൻട്രൽ ടാക്സും അതേപോലെ സ്റ്റേറ്റ് ടാക്സും 0 ആക്കുകയാണ്. അതേപോലെ ഈ IGST 0 ആക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം ബാലൻസ് എത്ര. ഇവിടെ ടോട്ടൽ അവൈലബിൾ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,45,157 അപ്പോൾ നമുക്ക് ഇതിനെ പകുതിയാക്കി എടുക്കണം. ഓക്കെ, പകുതി പറഞ്ഞാൽ നേരെ പകുതിയല്ല, ചെറിയ 1-2 രൂപയുടെ മാറ്റമുണ്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനെ കറക്റ്റാക്കി എടുക്കുക. ഞാനിവിടെ 2 ഈക്വലായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ചെറിയൊരു മാറ്റം 1 രൂപയുടെ മാറ്റം ഉണ്ടാവും. അതായത് നമ്മൾ പകുതി ആക്കുമ്പോൾ ഇവിടെ 50 പൈസ ഇവിടെ റൗണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമുക്കത് പകുതിയാക്കി എടുക്കാം. ഇവിടെ അവൈലബിൾ ബാലൻസ് പറഞ്ഞു കഴിഞ്ഞാൽ IGST ഉള്ളത് 2,45,157 അതിനെ നമ്മൾ പകുതിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ പകുതിയാക്കി എടുക്കുമ്പോൾ നമ്മളിവിടെ 1,22,579 കൊടുത്തു. അപ്പോൾ ഇനി ബാലൻസ് ഇവിടെ നമുക്ക് കാണാം 1,22,578 ഉള്ളത്. അപ്പോൾ ആ 1,22,578 നിങ്ങളിവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 0 ആയിരിക്കണം. അതായത് നമ്മൾ IGST ആദ്യം നമ്മൾ കംപ്ലീറ്റ് ആയി എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സിന് എമൗണ്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്കിവിടെ ഉള്ളത് 2,45,200. നമുക്കിവിടെ 2,70,440 2,70,441 അടക്കാണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ 2,45,200 സെൻട്രൽ ടാക്സിലുണ്ട്. ആ എമൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കണം. 2,45,200. ഓക്കെ, ഇനി അടുത്ത എമൗണ്ട് നമ്മൾ 2,45,201 എടുക്കാറുണ്ട്. 2,45,201. അപ്പോൾ ഇനി ബാലൻസ് വരുന്ന എമൗണ്ട് പറഞ്ഞാൽ 25,240 അതേപോലെ 25,240. ഇവിടെ 0 ഇവിടെ 0 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും 0 ആയിട്ടുണ്ട്. നമ്മളെല്ലാ ഇൻപുട്ടും ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. അതായത് നമുക്ക് നമ്മളെ മാക്സിമം എല്ലാ ഇൻപുട്ട് എടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള എമൗണ്ടാണ് നമുക്ക് 25,250. ടോട്ടൽ നമുക്ക് 50,480 രൂപ അടക്കാനുണ്ട്. 50,480 25,224 പ്ലസ് 50,448 രൂപ നമുക്ക് അടക്കാനുണ്ട്. അതായത് നമുക്കൊരു 16 രൂപ എന്ത് ചെയ്യാണ്ട് ക്യാഷിൽ യൂട്ടിലൈസ് ചെയ്ത് കുറഞ്ഞ എമൗണ്ട് ഉണ്ട്. അതായത് ക്യാഷിൽ നമുക്കൊരു 16 രൂപ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ 25,224 പ്ലസ് 25,250 448 രൂപ നമുക്ക് അടക്കാണ്ട്. അപ്പോൾ നമ്മളിവിടെ മേക്ക് പേയ്മെൻറ്റ് പോസ്റ്റ് ക്രെഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ പോവാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ചലാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് 50,458. അവിടെ നമുക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഈ പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ജനറേറ്റ് ചലാൻ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ചലാൻ സക്സസ്ഫുള്ളി ജനറേറ്റ് കാണാം. ഇനി താഴെ വരിക. അപ്പോൾ ടോട്ടൽ എമൗണ്ട് അടക്കേണ്ട എമൗണ്ട് 50,458. അപ്പോൾ നമുക്കിവിടെ കാണാം പ്രിഫേർഡ് ബാങ്ക് എന്ന് കാണാം. അല്ലെങ്കിൽ നമുക്ക് നെറ്റ് ബാങ്ക് പുതിയത് സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നെറ്റ് ബാങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ കനറ ബാങ്കാണ് സെലക്ട് ചെയ്യുന്നത്. കനറ ബാങ്ക് ക്ലിക്ക് ചെയ്തു. ഇനി താഴെ വരിക. എന്നിട്ട് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള അപ്ലൈ എന്നുള്ളതിന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മേക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഈ സെക്യൂരിറ്റി, അതായത് നിങ്ങളെ ഈ ഒരു കനറ ബാങ്കിൻ്റെ ഒരു സെക്യൂരിറ്റി കോഡ് ഇവിടെ കൊടുക്കണം. അത് നമ്മളിവിടെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. നമ്മളെ GST ID അതേപോലെ നമ്മുടെ സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരു ID വരും. അതുപോലെ ടോട്ടൽ ടാക്സ് എമൗണ്ട് ഒക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ടാക്സ് റെഫറൻസ് നമ്പർ ഉണ്ടാവും ഇവിടെ. എന്നിട്ട് ഇവിടെ നമുക്ക് പ്രൊസീഡ് ടു ഫോർ ലോഗിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മളെ യൂസർ ഐഡിയും പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ലോഗ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ യൂസർ ID എൻ്റർ ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ യൂസർ ഐഡിയും പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നമുക്കിവിടെ ഡെബിറ്റ് അക്കൗണ്ട് കാണാം. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ഇവിടെ സെലക്ട് ചെയ്യുക. നിങ്ങളെ അക്കൗണ്ട് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളെ അക്കൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾ എന്താണ് പർപ്പസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ GST പേയ്മെൻ്റ് ആണെങ്കിൽ ആ GST പേയ്മെൻറ്റ് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ താഴെ വന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കൺഫേം ഒരു ബട്ടൺ ഇവിടെ കാണാം. അവിടെ കൺഫേം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ പാസ്വേഡ് അടിച്ചിട്ട് നമ്മളെ OTP ഒരു പാസ്വേഡ് ഉണ്ടാവും, അതുകൂടി എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഞാൻ ട്രാൻസാക്ഷൻ പാസ്വേഡ് അടിക്കട്ടെ. എന്നിട്ട് ആ OTP അടിച്ചിട്ട് നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ട്രാൻസാക്ഷൻ പാസ്വേഡ് അതുപോലെ OTP പാസ്വേഡ് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് യുവർ പേയ്മെൻറ്റ് ഈസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് കാണാം. അപ്പോൾ നമുക്കൊരു റെഫറൻസ് നമ്പർ ഇവിടെ കാണാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇനി ഇവിടെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഈ ഒരു GST സൈറ്റിലേക്ക് തന്നെ വീണ്ടും പോകും. അവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടച്ച എമൗണ്ട് ഇവിടെ ക്യാഷ് ലെഡ്ജിൽ കാണാം 25,250, 25,350. നമ്മൾ ഓൾറെഡി പഴയ ഒരു ബാലൻസ് ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ 350 വന്നത്. അപ്പോൾ 25,250 നമ്മളവിടെ ഓൾറെഡി അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 25,250 അല്ല 25,440 അടച്ചിട്ടുള്ളത്. ആ എമൗണ്ട് ഇവിടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഫയൽ റിട്ടേണിൽ വരിക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫെബ്രുവരി വീണ്ടും സെലക്ട് ചെയ്യുക, സെർച്ച് ക്ലിക്ക് ചെയ്യുക. വീണ്ടും പ്രിപ്പയർ ഓൺലൈനിൽ വരിക, നോ കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലോസ് ചെയ്യുക. ഇനി താഴെ വന്നിട്ട് നിങ്ങളിവിടെ പ്രൊസീഡ് ടു പേയ്മെൻറ്റിൽ വീണ്ടും വരിക. എന്നിട്ട് വീണ്ടും താഴെ വരിക. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ആ എൻട്രികളെ നമ്മളിവിടെ ഓട്ടോമാറ്റിക് സെറ്റ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളെല്ലാം കറക്റ്റാക്കി എല്ലാതും 0 ബാലൻസ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ മേക്ക് പേയ്മെൻറ്റ് പോസ്റ്റ് ക്രെഡിറ്റ് ലെഡ്ജറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു വാണിംഗ് ചോദിക്കും, യുവർ അബൌട്ട് അഗ്രി ടു ക്രെഡിറ്റ് ക്ലെയിം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ യെസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓഫ്സെറ്റ് സക്സസ്ഫുൾ എന്ന് കാണാം. അതായത് നമ്മൾ എല്ലാ ഇൻപുട്ടും കറക്റ്റായി എടുത്തിട്ട് അത് സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മളെ സെറ്റ് ഓഫ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി താഴോട്ട് വരിക. അപ്പോൾ നമ്മളെ സെറ്റ് ഓഫ് ചെയ്ത കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കണം. ഇനി നമ്മളിവിടെ പ്രൊസീഡ് ടു ഫയൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഈ ഒരു കോളം ടിക്ക് ചെയ്യുക. ഈ വി എന്നുള്ള കാണുന്ന ഈ കോളം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രൊപ്പറേറ്റർ സെലക്ട് ചെയ്യാം. പ്രൊപ്പറേറ്റർ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ഫയൽ GST വിത്ത് EVC വെച്ചിട്ട് നമ്മുടെ ഫയൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ DSC വെച്ചിട്ടോ ഒക്കെ ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ EVC വെച്ചിട്ടാണ് ഫയൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫയൽ GST 3V വിത്ത് EVC എന്നുള്ള ഈ ടാബ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു OTP വരും. ആ OTPക്ക് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ OTP നമുക്ക് വന്നിട്ടുണ്ട്, നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വെരിഫൈ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ Gstr 3B നമ്മളിവിടെ ഫയലിംഗ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പഠിച്ച കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് 1,48,000 അവിടെ നമ്മളെ സിസ്റ്റം ജനറേറ്റ് ചെയ്തപ്പോൾ വന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് ഈക്വലായിട്ട് സെറ്റ് ഓഫ് ചെയ്തുകൊണ്ട് നമുക്കവിടെ ബാലൻസ് ചെയ്ത് ഏകദേശം ഒരു 50 രൂപ അവിടെ നമ്മളെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. നമ്മളെ ഇൻപുട്ട് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ സെറ്റ് ഓഫ് ചെയ്ത് അതേപോലെ തന്നെ ഓൺലൈനായിട്ട് എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെ കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നന്ദി, നമസ്കാരം.